ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഡ്സ്. ഇന്നൊരു ഇന്റർവ്യൂ സെഷൻ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ലൈഫ് കോച്ചും മെന്ററും EFT തെറാപ്പിസ്റ്റുമായിട്ടുള്ള ജീന മാം ആണ് ഇന്റർവ്യൂ തരുന്നത്. അതുപോലെ തന്നെ ഇന്ന് ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത് ഞാനല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വസീം ഹുസൈനാണ് ഇന്ന് ഇന്റർവ്യൂ എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പലരും മുന്നേ ആവശ്യപ്പെട്ടിരുന്നു ജീന മാമിന്റെ വീഡിയോസ് ഇനിയും വേണം എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഫേസ് ചെയ്തിരുന്ന വരുന്ന പലരും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഒക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് ചിന്തകളാണെന്ന് ജീന മാം നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ഹീലിംഗ് ജേർണിയിൽ ആ ചിന്തകൾ സഹായകമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശ്വസിച്ചാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യത്തെ ചോദ്യം, താങ്കളുടെ ജീവിതത്തിൽ ഇതുവരെ പരിഹരിക്കപ്പെടാൻ സാധിക്കാതെ പോയ വിഷയങ്ങളോ പ്രശ്നങ്ങളോ മുൻകാല അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? അത് എത്രത്തോളം താങ്കളുടെ ഇപ്പോഴത്തെ ജീവിതത്തെ ബാധിക്കുന്നു? ന്യൂ കോഡ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എന്നോട് വസീദ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു 2 വർഷം മുന്നെയോ 1 വർഷം മുന്നൊക്കെ ആണെങ്കിൽ എനിക്ക് ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് പരിഹരിക്കാൻ പറ്റാത്തതായോ ഉണ്ടെന്ന് വളരെ വലിയ ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ എന്നെ ബാധിച്ചിരുന്ന കുട്ടിക്കാലം മുതൽ, എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ, ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചു തുടങ്ങിയ കാലം തൊട്ടേ എന്നെ തുടർന്നിരുന്നത് ഭയമായിരുന്നു. എന്തിനും ഭയം, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭയം, എന്തിനെക്കുറിച്ച് ഓർക്കുമ്പോഴും ഭയം, എന്തിനേയും ഭയപ്പെടാൻ ചെറുതിലേ മുതൽ ശീലിപ്പിച്ച എനിക്ക് അത് എൻ്റെ ജീവിതത്തിലുടനീളം പല കാര്യങ്ങളിലും ആത്മവിശ്വാസമില്ലാത്തൊരു ജീവിതത്തിലേക്കും വ്യക്തിത്വത്തിലേക്കും പോകാൻ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു കോൺസെപ്റ്റാണ് ഫിയർ എന്ന ഫാക്ടർ. കുട്ടിക്കാലം മുതൽ മുതിർന്നവരെ ബഹുമാനിക്കുക, മുതിർന്നവരെ ഭയക്കുക, ദൈവത്തെ ബഹുമാനിക്കുക, ദൈവത്തെ ഭയക്കുക, ഗുരുവിനെ ബഹുമാനിക്കുക, ഗുരുവിനെ ഭയക്കുക. പല വിഷയങ്ങളും പുതിയതായി ചെയ്യാൻ പോകുമ്പോൾ, പലരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഇന്ന പരിണാമം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇന്നതായിരിക്കുമെന്ന് മുതിർന്നവർ എപ്പോഴും എന്നെ ഭയപ്പെടുത്തുമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിങ് അല്ലെങ്കിൽ ആ ഒരു പാരൻറ്റിങ് എൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തെ ചിട്ടപ്പെടുത്താൻ അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വഭാവത്തെ ഡിസൈൻ ചെയ്യാൻ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഉടനീളം എന്ത് തീരുമാനമെടുക്കുമ്പോഴും എന്നെ ഭയം എന്ന ആസ്പെക്റ്റ് എന്നെ നല്ലപോലെ ബാധിച്ചിരുന്നു. വസീമിൻ്റെ ചോദ്യത്തിലുണ്ടായിരുന്നത് അത് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ എന്നെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടി അതിൽ ഉന്നയിച്ചിരുന്നു. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പറയാം, ഒരു 90% വരെ എനിക്കത് മറികടക്കാൻ സാധിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഒരിടത്തും ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 100% ഞാൻ എൻ്റെ ഭയത്തിൽ നിന്ന് മാറി എന്നൊന്നും എനിക്ക് അവകാശപ്പെടാൻ യാഥാർത്ഥ്യബോധമുള്ള ഒരാൾക്കും സാധിക്കില്ല. ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ഭയമുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ആ പ്രോഗ്രാമിങ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ചോദ്യോത്തരം, നിനക്കിത് പറ്റുമോ, ഇത് ചെയ്ത് നോക്കണോ, ഇത് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള ഒരു ശ്രദ്ധാലുത, ഒരു കോഷ്യസ്നെസ് വരുന്നത് തികച്ചും ഒരു ഭയം തന്നെയാണ്. ഒറ്റയ്ക്ക് യാത്ര പോകാൻ, കൂടുതൽ പൈസ കൈകാര്യം ചെയ്യാൻ, പുതിയ ആൾക്കാരെ പരിചയപ്പെടാൻ ഒക്കെ നമ്മളെ തെറ്റാണെന്ന് പഠിപ്പിച്ചൊരു സമൂഹത്തിൽ വളർന്ന് ജീവിച്ച് വന്ന ഒരാളെന്ന നിലയിൽ ചില കാര്യങ്ങളിൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. ഇല്ലാന്നൊന്നുമല്ല, പൂർണ്ണമായി എത്തിയെന്നൊന്നും അവകാശപ്പെടാൻ സാധിക്കില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഭയത്തെ ഓരോ ദിവസവും മറികടക്കാൻ എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, ഭയമില്ലാതെ ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ കൂടുതൽ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണതയിലേക്ക്, പാറ്റേണിലേക്ക് എന്നിലെ വ്യക്തിത്വത്തെ എടുത്ത് കൊണ്ടുപോകാൻ ഞാൻ തീർച്ചയായും തയ്യാറെടുത്തിരിക്കുകയാണ്. ആ തയ്യാറെടുപ്പാണ് എൻ്റെ ജീവിതത്തിൽ മുന്നിൽ വരുന്ന എല്ലാ അവസരങ്ങളുമായി ഞാൻ കണക്കാക്കുന്നത്. പുതിയതായി എന്തു വന്നാലും ഞാൻ ഭയപ്പെടാതെ അതിനെ റിസീവ് ചെയ്യാൻ, വെൽക്കം ചെയ്യാൻ, സന്തോഷത്തോടെ അതിനെ ഉള്ളിലേക്ക് റിസെപ്റ്റീവായിട്ട് ഞാൻ സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ആ ഭയം എന്ന ഒരു ആസ്പെക്റ്റ് എന്നിൽ നിന്ന് അത് കളയാൻ, ക്ലെൻസ് ചെയ്ത് അതിനെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം കുറേ മുന്നേ തന്നെ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. എൻ്റെ പെയിനുകൾ അല്ലെങ്കിൽ എൻ്റെ ഡിസ്കംഫർട്ടുകൾ ഒക്കെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെയൊക്കെ നേരിട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു വഴിയിലേക്ക്, ഒരു സ്പിരിച്വൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മളെ കണ്ടെത്തിക്കൊണ്ട് എന്തും ചെയ്യാനുള്ള ധൈര്യത്തോടെ മുന്നേറാൻ ഏതൊരു മനുഷ്യനും സാധിക്കട്ടെ. ഈ പ്രോഗ്രാമിങ്ങിലും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പിൻബലത്തിലും പാറ്റേണിലും മാത്രം നിൽക്കാതെ എല്ലാവർക്കും മുന്നേറാൻ സാധിക്കണം എന്നുള്ളത് കൂടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാതൃക എന്ന് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. മനോഹരമായിരുന്നു. കാരണം ആ ഒരു ഭയത്തെ എത്ര ലഘൂകരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് താങ്കളുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ താങ്കളെ കൊണ്ട് പറഞ്ഞതാ
എന്താ പറയുക, അതിപ്പോൾ എങ്ങനെ നമ്മളത് വ്യാഖ്യാനിക്കണമെങ്കിൽ പോലും ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഭയത്തെ എത്രത്തോളം ലഘൂകരിച്ചാണ് താങ്കൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി. അടുത്ത രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, സ്പിരിച്വാലിറ്റിയിലേക്ക് താങ്കൾ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയതിനു ശേഷം താങ്കളുടെ ജീവിതത്തിലുണ്ടായ വൈകാരിക ഘട്ടങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ എങ്ങനെ നോക്കിക്കാണുന്നു? ഒരുപാട് പേർക്ക് സഹായകരമായ ഒരു ചോദ്യമാണ് നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇമോഷണൽ ആകാനാണ്, എന്തിനേയും ഇമോഷണലായിട്ട് വൈകാരികമായി ബന്ധപ്പെടാനാണ് നമ്മളെ ശീലിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് വയേർഡായി പോകും. എല്ലാത്തിനെയും ഇമോഷൻസ് ആയിട്ടും എല്ലാത്തിനെയും എക്സ്പെക്റ്റേഷൻസ് ആയിട്ടും എല്ലാത്തിനെയും തീവ്രമായ അമിതമായ വികാരങ്ങളിലേക്ക് അടിമപ്പെടാനാണ് നമ്മളെ ശീലിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ പാറ്റേണിലേക്ക് ഓരോ മനുഷ്യനും വഴുതി വീണ് പോവുകയാണ്. അവിടെ നമുക്ക് ബുദ്ധിയും ആത്മാവും ഒന്നും വിവേകപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കാതെ നമ്മൾ ആ ശീലത്തിലേക്ക് അടിമപ്പെട്ടു പോകുന്നു. അതൊരു അടിമപ്പെടലാണ്, അതൊരു എൻസ്ലേവിംഗ് ആണ്. അത്തരം മാർഗങ്ങൾ നമ്മൾ കൈവരിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിവേകം മറഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അത്തരം പാറ്റേണിലേക്ക് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധി ഉപയോഗിക്കാനോ നമ്മുടെ ആത്മാവ് ഉപയോഗിക്കാനോ നമ്മളെ കണ്ടെത്താനോ സാധിക്കാതെ നമ്മൾ എല്ലാം കൊണ്ടും അടിയറ വെച്ച് പോകുന്നു. നമ്മൾ ത്യാഗ മനോഭാവത്തിലേക്ക് പോകുന്നു, നമ്മൾ വികാരത്തിൻ്റെ വിക്ഷോഭങ്ങളിലേക്ക് പോകുന്നു. ഓരോ മനുഷ്യനും അങ്ങനെ ആയതിൻ്റെ പേരിൽ നഷ്ടപ്പെടലുകൾ മാത്രമാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത്. ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനെയും നമ്മൾ ഒന്ന് ക്ലോസായി ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും അവനവനാകാതെ മരിച്ചു പോയത്. പക്ഷെ അവർക്ക് പറയാൻ ഒരു ടൺ കണക്കിന് വികാരങ്ങളുണ്ടാവും. സ്നേഹത്തിൻ്റെ വികാരം, ദേഷ്യത്തിൻ്റെ വികാരം, പകയുടെ വികാരം, അത്യാഗ്രഹത്തിൻ്റെ വികാരം, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യരാശിക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത അത്രയും വികാരങ്ങൾ, ആയിരക്കണക്കിന് വികാരങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരെയാണ് നമുക്ക് മെജോറിറ്റിയും കാണാൻ പറ്റുന്നത്. അവിടെ വിവേകവും ബുദ്ധിയും ആത്മാവും ഉപയോഗിക്കാൻ സാധിച്ച വിരളിൽ എണ്ണാകുന്ന മനുഷ്യർ മാത്രമാണ് ഈ ഭൂമി കണ്ടിട്ടുള്ളത്. അപ്പോൾ ചോദ്യം തികച്ചും പേഴ്സണൽ ആയതുകൊണ്ട് ഞാനതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു, ഇതൊക്കെ തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് കഠിനമായ വഴികളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്ര ചെയ്യാൻ തയ്യാറായ നിമിഷത്തിൽ, ആ യാത്രയിൽ കടക്കാൻ അല്ലെങ്കിൽ ഒരു കാലെടുത്ത് വെക്കാൻ തയ്യാറായത് തൊട്ടാണ് എന്നിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. എന്നിലെ ഭയം മാറി, എന്നിലെ സ്വാതന്ത്ര്യബോധം എന്നിൽ ഉളവാക്കി. എനിക്ക് സന്തോഷം എന്നുള്ളൊരു ഒരു വികാരം അല്ലെങ്കിൽ ഒരു ഇമോഷൻ ഞാൻ കൂടുതൽ ആലിംഗനം ചെയ്യാൻ തുടങ്ങി. ഇത്തരം 3 കാര്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കാൻ ശ്രമിച്ചതിന് തന്നെയാണ് എനിക്ക് എൻ്റെ സ്പിരിച്വൽ ജേർണിയുടെ യഥാർത്ഥ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ യഥാർത്ഥ പടികൾ ഞാൻ ചവിട്ടി തുടങ്ങിയത്. ഇത് 3 തിരിച്ചറിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതിനെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കൈകാര്യം ചെയ്യുന്നത്, ഞാൻ മറ്റൊരു വ്ളോഗിലും പറഞ്ഞിട്ടുണ്ട്, സച്ച്നെസ്. ഒന്നിനെയും പെനട്രേറ്റ് ചെയ്ത് ചേസ് ചെയ്ത് അതിൻ്റെ പിന്നാലെ ഓടിപ്പാഞ്ഞ് റോങ് ഡയറക്ഷൻസിലേക്ക് പോകാതെ എൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന കാര്യങ്ങൾ, സിറ്റുവേഷൻസ്, ഞാൻ ഇന്ന് അതിനെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് പോലും ഞാൻ അതിനെ പറയാറോ വ്യാഖ്യാനിക്കാറോ ഇല്ല. പകരം അതെല്ലാം എൻ്റെ മുന്നിൽ വരുന്ന അവസരങ്ങളായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങളായി മാറ്റുകയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ചിന്തയിൽ അതൊക്കെ അവസരങ്ങളാണ്. മറ്റു പലരും അതിന് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രശ്നം എന്ന വാക്കിനെ ക്ലെൻസ് ചെയ്തുകൊണ്ട് എൻ്റെ അവസരങ്ങൾ എന്നാണ്, എനിക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. അത്തരം രീതിയിൽ പല സിറ്റുവേഷൻസും ഞാൻ എൻ്റെ വികാരത്തെ കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുക. കാരണം കൺട്രോളിങ് എന്ന് പറയുന്നത് നമ്മൾ അടിച്ചമർത്തലാണ്. തിരിച്ചറിവിലൂടെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ ഒരു വികാരത്തെയും അടിച്ചമർത്താൻ സാധിക്കില്ല. നമ്മൾ അതിലൂടെ കടന്നു പോകും, അതിലൂടെ യാത്ര ചെയ്തു പോകും. ആ വാതിൽ തുറന്ന് നമ്മൾ അകത്തേക്ക് വളരെ സന്തോഷത്തോടെ നമ്മൾ കടന്നു പോകും. എനിക്ക് അത്തരം അനുഭവങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ വരുന്നൊരു പ്രശ്നത്തിൽ ഞാൻ വളരെ എൻ്റെ ഇന്നർ കാംനെസ്സോടെ, എൻ്റെ ഉള്ളിൽ സമാധാനം എന്ന ബോധത്തോടെയാണ് ഞാൻ അതിനെ കൈകാര്യം ചെയ്യുന്നത്. ദീർഘശ്വാസമെടുത്ത് ഇതെനിക്ക് ചെയ്യാൻ സാധിക്കും, ഇതെൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന മനോഹരമായ ചിന്തയോടെ ഞാൻ അതിനെ കോൺഫ്രണ്ട് ചെയ്യും, അതിനെ ഡീൽ ചെയ്യും. അപ്പോൾ എനിക്കത് വളരെ ലാഘവത്തോടെ വളരെ സിമ്പിളായിട്ട് എനിക്കതിനെ ഡീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു പാതയിലോട്ട് കടന്നപ്പോൾ ഞാൻ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കുകളെക്കുറിച്ച് ബോധവതിയായി. ഞാൻ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് എൻ്റെ പെട്ടെന്നുള്ള മുൻകോപത്തെ, എൻ്റെ ദേഷ്യത്തെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും, എൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും, എൻ്റെ അമിതമായ എനിക്ക് വേണ്ടപ്പെട്ടവരോടുള്ള എൻ്റെ സ്നേഹം എങ്ങനെ കൈകാര്യം ചെയ്യും, അവരെയൊക്കെ ഞാൻ പറയുന്നത് അവരൊക്കെ അനുസരിക്കണം എന്നുള്ള എക്സ്പെക്റ്റേഷനെ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഞാൻ ആ ചിന്തകളിലേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ സ്പിരിച്വൽ ജേർണി എന്നെ കൂടുതൽ വിവേകത്തോടെ എൻ്റെ ഇമോഷൻസിനെ കുറച്ചുകൊണ്ട് എൻ്റെ യാത്ര കൂടുതൽ സുഗമമാക്കിയത്. അപ്പോൾ ഇതിന് കുറേ ടെക്നിക്സ് ഉണ്ട്. ക്ലെൻസിങ്, ഹീലിംഗ്, റീകണക്റ്റിംഗ് എന്നൊക്കെ നമുക്ക് സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന പലതരം ടെക്നിക്സുകളുണ്ട്.
അത് ഞാൻ ഇതിന് മുന്നേ ഉള്ള സ്പിരിച്വാലിറ്റിയുടെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വിയർക്കാൻ ശ്രമിക്കുക, നമ്മൾ കായികമായി അധ്വാനിക്കാൻ ശ്രമിക്കുക, നമ്മൾ പ്രാണായാമങ്ങളിൽ ഏർപ്പെടുക, ബ്രീതിങ്ങുകളുടെ പല പല വേരിയൻസിലേക്ക് പോവുക, സമാധാനം എന്ന വാക്ക് മാനിഫെസ്റ്റ് ചെയ്യുക, അത് പല രീതിയിൽ നമുക്ക് എഴുതി ജേർണൽ ചെയ്ത് നോക്കുക. വി ആർ ഇൻ പീസ്, ഐ ആം ഇൻ പീസ്, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുക, ഞാൻ എന്നെ തന്നെ ഹഗ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം പുതിയ 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 ടെക്നിക്സുകളിലൂടെയാണ് ഞാൻ എൻ്റെ ഇമോഷണൽ ഫ്രീഡത്തിലേക്ക് എത്തിയത്. ആ വൈകാരികമായ പല നാടകീയ നിമിഷങ്ങളും നാടകമാണെന്ന് തിരിച്ചറിയുകയും റിയാലിറ്റിയിലേക്ക് പോകാൻ ആ തിരിച്ചറിവ് എൻ്റെ വേഗത കുറയ്ക്കുകയും ചെയ്തു. ഇത്തരം രീതികളെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇതിനെ ഞാൻ കോൺഷ്യസായി ഞാൻ അതിലേക്ക് എൻ്റെ ഫോക്കസ് കൊടുത്തു. ഈ നിമിഷം എന്താണോ എൻ്റെ മുന്നിൽ, അപ്പോൾ എൻ്റെ ഉള്ളിലെ വികാരങ്ങൾ കൂടുതലും പഴയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും, പാസ്റ്റ് മെമ്മറീസ്, പഴയ ഓർമ്മകളായിരിക്കാം. പിന്നെ ഭാവിയിൽ എന്താകും എന്നുള്ള ആശങ്കയായിരിക്കാം, ഫ്യൂച്ചർ വറീസ് എന്ന് പറയും. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഈ നിമിഷം ഞാനിപ്പോൾ വസീമിനോട് മനോഹരമായി സംസാരിച്ചുകൊണ്ട് മനോഹരമായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഈ നിമിഷം എത്ര സന്തോഷവാനാണോ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ എടുക്കുന്ന ഒരു ചിന്തയെ, ഒരു കോൺസെപ്റ്റിനെയാണ് ഞാൻ സ്പിരിച്വാലിറ്റി എന്ന് അല്ലെങ്കിൽ ആത്മീയം എന്ന് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഇമോഷൻസിനെ ഇന്ന് ഒരു വർഷം മുന്നേ കൈകാര്യം ചെയ്തതിനേക്കാൾ, അല്ലെങ്കിൽ ഒരു 2 വർഷം മുന്നേ കൈകാര്യം ചെയ്തതിനേക്കാൾ, ഒരു 5-10 വർഷം മുന്നേ ഞാൻ എങ്ങനെ എൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്തിരുന്നു എന്നതിനേക്കാൾ വളരെ വളരെ സുദീർഘം ഞാൻ മുന്നോട്ട് പോയി വളരെ മെച്ചപ്പെട്ട ഒരു ചിന്താ പ്ലാറ്റ്ഫോമിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. എൻ്റെ ജീവിതം കുറേയും കൂടെ ഈസിയാണ്, കുറേയും കൂടെ ഹാപ്പിയാണ്, ഞാൻ കുറേയും കൂടെ നോൺ സീരിയസ് വ്യക്തിയാണ്. എന്തിനേയും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് കാണാതെ എന്തിനേയും ഞാൻ വളരെ ലാഘവത്തോടെയും തമാശയോടെയും ജീവിതം ഒരു ഗെയിമാണെന്നും ഒരു പ്ലേ ആണെന്നും ഒരു തമാശയാണെന്നും കാണാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിക്കുന്നത് എനിക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകരോടും വളരെ ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കും. അത്തരം രീതിയിൽ ആണ് ഞാൻ ഇന്ന് എൻ്റെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ യൂണിവേഴ്സിനോട് വളരെ താങ്ക്ഫുള്ളാണ്. എനിക്ക് എപ്പോഴും ഉള്ളത് ഗ്രാറ്റിറ്റ്യൂഡാണ്. എന്തിനും നന്ദി, ഈ നിമിഷം തന്നതിന്, ഈ ദിവസം തന്നതിന്, ഈ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിട്ടതിന് ഒക്കെയും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറായിടത്തു നിന്നും എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഒരു കാലത്ത് സ്വപ്നം കണ്ട എല്ലാം എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഞാൻ ചേസ് ചെയ്ത് പിടിക്കാതെ ഒരു മാജിക് പോലെ, ഒരു മാഗ്നറ്റ് പോലെ എൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ള എൻ്റെ ഇമോഷണൽ ഫ്രീഡം. തീർച്ചയായിട്ടും താങ്കളുടെ ഇമോഷൻസും ജീവിത കാഴ്ചപ്പാടുകളും എല്ലാം അതിമനോഹരമായിട്ട് തന്നെ അത് വിവരിച്ചു. അതെന്തായാലും ഈ ഒരു വാക്കുകൾ അല്ലെങ്കിൽ കേൾക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു പുതു അനുഭവമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് ഇമോഷൻസിലും വേദനകളൊക്കെ കടന്നുപോയൊരു വ്യക്തിയാണ്. ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ താങ്കൾ ആ വേദനകളെ എങ്ങനെ മറികടക്കാനുള്ള വഴികൾ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവൂ? തീർച്ചയായിട്ടും ഒരുപാട് മനുഷ്യർക്ക് പ്രയോജനപ്രദമായ രീതിയിലാണ് എൻ്റെ ചിന്തകൾ പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞടുത്ത് നിന്നാണ് ഞാൻ എന്നെ ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ എക്സിബിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ആശയങ്ങൾ ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് സംസാരിക്കാമെന്ന ഒരു അവസരം പോലും എന്നിലേക്ക് വന്നു ചേരുന്നത്. വെറുതെ അങ്ങ് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ സമാധാനവും ഒക്കെ എന്നിലൂടെ ചത്തുപോകാൻ വേണ്ടി ജീവിക്കാൻ ഈ ഭൂമിയിൽ വന്ന ആളല്ല എന്നുള്ളൊരു തിരിച്ചറിവ് എൻ്റെ ഉള്ളിൽ കടന്ന ശേഷമാണ് എനിക്ക് ഇത്തരം മനോഹരമായ അവസരങ്ങൾ വന്നു ചേരുന്നത്. ഞാൻ എന്ന ഒരു വ്യക്തി എൻ്റെ ചിന്തകളെ എവിടെയെങ്കിലും ഒന്നും ആലേഖനം ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഇംപ്രിൻറ്റ് നൽകാതെ അല്ലെങ്കിൽ ഒന്ന് സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്രദമായ രീതിയിൽ ഒന്ന് എഴുതി വയ്ക്കാതെ അല്ലെങ്കിൽ പറഞ്ഞു വയ്ക്കാതെ കാണിച്ചു കൊടുക്കാതെയാണ് മരിച്ചു പോകുന്നതെങ്കിൽ അത് മറ്റാർക്കും പ്രയോജനപ്രദം അല്ലാതായി പോകും. അത് വളരെ സങ്കടകരമാണെന്നും അതൊരു മനുഷ്യൻ ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങനെ തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യത്തിലേക്ക് എത്തിയത്. എനിക്ക് കിട്ടിയ എല്ലാ സന്തോഷവും, എനിക്ക് കിട്ടിയ എല്ലാ എൻലൈറ്റ്മെൻറ്റും, എനിക്ക് കിട്ടിയ എല്ലാ വെളിച്ചവും മറ്റു മനുഷ്യർക്കൂടെ പകർന്നു കൊടുക്കാനുള്ളതാണെന്നുള്ളൊരു വലിയ തിരിച്ചറിവ് എന്നെ ഈ ക്യാമറയുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ എനിക്ക് പ്രചോദനമായി. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ ഇത്തരത്തിൽ മാറ്റിയെടുത്തു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം അത് എൻ്റെ ഓരോ വേദനകൾ, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടതായി വന്നപ്പോൾ ഞാൻ അനുഭവിച്ച യാതനകൾ, അത് എത്രത്തോളമാണെന്ന് എനിക്ക് ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കില്ല. കാരണം ഇഷ്ടമില്ലാത്തതൊക്കെയും ചെയ്യുക എന്നതായി മാറി എൻ്റെ ജീവിതത്തിൻ്റെ പിന്നെയുള്ള ഓരോ ദിവസവും. ഇഷ്ടമില്ലാത്തത് മാത്രം വന്ന് ചേർന്ന് എൻ്റെ ഉള്ളിലെ എന്നെ ഞാൻ ഉരുക്കി എടുക്കുകയായിരുന്നു. ഒരു സ്വർണത്തെ എങ്ങനെ അടിച്ചുരുക്കി ഒരു ആഭരണമാക്കും എന്ന പോലെയായിരുന്നു എൻ്റെ ജീവിതം. ഇഷ്ടമില്ലായ്മകൾ മാത്രം. ആരൊക്കെ സമീപിച്ചോ അവരൊന്നും എന്നെ സഹായിക്കില്ല. കാരണം ഇത്തരം കഠിനമായ വഴികളിലൂടെ അവർക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് അവരുടെ ജീവിതമല്ല, ഇത് എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്, എൻ്റെ ജീവിതം ഞാൻ ഒറ്റയ്ക്കേ ജീവിക്കുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ്. അപ്പോൾ അവിടെ എങ്ങനെ എൻ്റെ ചിന്തയെ മെച്ചപ്പെടുത്താം, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കഠിനമല്ലാതെ, യാതനയോടല്ലാതെ, വേദനയോടല്ലാതെ എങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് കൈകാര്യം ചെയ്യാം, എങ്ങനെ സന്തോഷത്തോടെ ചെയ്യാം. നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ സങ്കടപ്പെട്ടുകൊണ്ട് ചെയ്യാം, ശപിച്ചുകൊണ്ട് ചെയ്യാം, ഇഷ്ടത്തോടെ ചെയ്യാം.
അപ്പോൾ എന്തും ഇഷ്ടത്തോടെ ചെയ്യുക എന്നുള്ളതായി എൻ്റെ പാറ്റേൺ. അതിലൊക്കെ എത്തിച്ചേരുകയായിരുന്നു. ഇഷ്ടമില്ലാതെ ചെയ്ത് അതിനെയൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു. അതിന് ചിലപ്പോൾ എൻ്റെ വയസ്സോളം തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാകും. കാരണം എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ ഇതുവരെ ജീവിച്ച കാലഘട്ടം വരെയും ഇഷ്ടമില്ലായ്മകളെ അതിജീവിച്ചാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ സപ്രസ് ചെയ്ത് തന്നെയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. സപ്രസ് ചെയ്ത് ഇതിൽ നിന്ന് എന്നെ ദൈവം രക്ഷിക്കും, അച്ഛൻ രക്ഷിക്കും, അമ്മ രക്ഷിക്കും, കൂടെയുള്ള മറ്റുള്ളവർ രക്ഷിക്കും, സുഹൃത്തുക്കൾ രക്ഷിക്കും, പാർട്ട്ണർ രക്ഷിക്കും, മക്കൾ രക്ഷിക്കും, ആരോ നമ്മളെ സഹായിക്കാൻ, നമ്മളെ സേവ് ചെയ്യാൻ എത്തുമെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ നിന്ന് എനിക്ക് എന്നെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു. നമ്മളെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല എന്നുള്ള ഒരു പ്രപഞ്ച സത്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ഈ ഭൂലോകത്ത് നമ്മളെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ചിന്തകൾ മാത്രമേ നമ്മളെ രക്ഷിക്കുള്ളൂ. അത് ധൈര്യമായി എനിക്ക് ഇന്ന് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത് ആ രക്ഷകനായി ഞാൻ എന്നിൽ തന്നെ ഭവിച്ച ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. എനിക്ക് സാധിച്ചെങ്കിൽ ഓരോ പുൽക്കൊടിക്കും, ഓരോ മനുഷ്യനും, ഓരോ ജീവജാലത്തിനും സാധിക്കും. ആ ജേണിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളിലെ നമ്മളെ കണ്ടെത്തുക, ആ നമ്മളിലെ നമ്മളെന്ന ആ കുഞ്ഞിനെ ഉറക്കത്തിൽ നിന്ന് ഉറങ്ങിപ്പോയ, അല്ലെങ്കിൽ നമ്മൾ തല്ലിക്കെടുത്തിക്കളഞ്ഞ, നമ്മൾ കൊന്നുകളഞ്ഞ ആ കുഞ്ഞിനെ ഉണർത്തിയെടുക്കുക, അവേക്കൻ ചെയ്യുക, അതിനൊരു പുനർജന്മം നൽകുക, റീബർത്ത് ഓഫ് അവർ ഇന്നർ ചൈൽഡ്. അപ്പോൾ ഇന്ന് എനിക്ക് ധൈര്യമായി ഇത്തരം രീതിയിലിരുന്ന് സംസാരിക്കാൻ സാധിക്കുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ ചെയ്തു. ഞാൻ എന്നെ കേൾക്കാൻ തുടങ്ങി, എൻ്റെ ക്യാമറയെ സെൽഫി മോഡിലേക്ക് തിരിച്ചു. അങ്ങനെ തുടങ്ങിയ എൻ്റെ ജേണിയാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മനുഷ്യനാവശ്യമായിട്ടുള്ള ഫ്രീഡം, ഹാപ്പിനെസ്, പീസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സ്പിരിച്വാലിറ്റി എന്ന ഒരു മനോഹരമായ ഒരു ആശയത്തിൽ എന്നെ എത്തി നിൽക്കാൻ അനുവദിച്ച ഏറ്റവും നല്ല കോൺസെപ്റ്റ്. അപ്പോൾ ഞാനിന്ന് അനുഭവിക്കുന്ന എല്ലാ സന്തോഷത്തിനും കാരണം എൻ്റെ തിരിച്ചറിവ്, എൻ്റെ വേദനകൾ, എൻ്റെ യാതനകൾ, എൻ്റെ കഷ്ടപ്പാടുകൾ, എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ എന്ത് എക്സ്പീരിയൻസ് വരുമ്പോഴും അതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയല്ല വേണ്ടത്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ചോദ്യത്തിന് ഉത്തരമായി എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ളത്, മുന്നിൽ വരുന്ന എല്ലാത്തിനെയും അവസരമായി മാത്രം കണ്ടുകൊണ്ട് അതിനൊക്കെ നന്നായി എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക, എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക, ഭയക്കാതെ മുന്നോട്ട് പോവുക, മുന്നോട്ട് വെക്കുക, കാലുകൾ ഓരോ പടികൾ മുന്നോട്ട് വെക്കുക. ആ മുന്നോട്ട് ഓരോ പടി വെക്കുമ്പോൾ നമ്മൾ ആരും അതിൻ്റെ പൊക്കം അറിയില്ല. നമ്മൾ താഴത്തെ പടിയിൽ നിന്നുകൊണ്ട് അവസാനത്തെ പടിയിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പൊക്കം തോന്നുന്നത്. അതായത് ഓരോ പടിയും വെക്കുമ്പോൾ നമ്മളത് അറിയാതെ തന്നെ മെല്ലെ അതിലേക്ക് കാൽ വെച്ച് നമ്മൾ മുന്നോട്ട് തന്നെ പോവുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവരെയും ചുറ്റും നോക്കാതിരിക്കുക. എല്ലാവരും എന്ത് ചെയ്യുന്നു അത് തന്നെ ഞാൻ ചെയ്യാം എന്നുള്ള പാറ്റേണിൽ നിന്ന് പുറത്തു ചാടുക. ആ പൊട്ടക്കിണറ്റിൽ നിന്നും, ആ പൊട്ടക്കിണറ്റിലെ തവളയിൽ നിന്നും വെളിച്ചമുള്ള, പ്രകാശമുള്ള, സൂര്യനെ പോലെ ജ്വലിക്കുന്ന മനുഷ്യരായി മാറുക. ഓരോരുത്തരും സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം ഡിസൈനുകൾ സ്വയം നിർമ്മിക്കുക. മറ്റാരും വരച്ച ഡിസൈനിലേക്ക് പോവാതെ നമ്മുടെ ഡിസൈൻ നമ്മൾ തന്നെ വരയ്ക്കുക, നമ്മുടെ ക്രിയേറ്റർ നമ്മൾ തന്നെ ആവുക, നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മൾ തന്നെ ആവുക. അത്ര മനോഹരമാണ് ഈ ജീവിതം. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് അതിനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മളുടെ തിരക്കഥ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ ഓരോ മനുഷ്യർക്കും ഇത്ര മനോഹരമായി ജീവിക്കാൻ സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ വാക്ക് തരികയാണ് ഈ ചോദ്യത്തിലൂടെ. തികച്ചും മുന്നോട്ട് പോവുക, ധൈര്യമായി മുന്നോട്ട് പോവുക. ഈ ഭൂമി നമുക്കുള്ളതാണ്, ഈ യൂണിവേഴ്സ് നമുക്കുള്ളതാണ്. ധൈര്യമായി മുന്നോട്ട് പോകാൻ മടിച്ചു നിൽക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു ഉത്തരത്തിൽ തന്നെ നമുക്ക് വീണ്ടും പ്രശ്നങ്ങളുള്ളവർക്ക് പോലും അതൊരു അതിജീവിക്കാനുള്ള ഒരു പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.